ഓം ശാന്തി. മർജീവ ജന്മം. മർജീവ ജന്മമെടുത്ത ബ്രാഹ്മണൻ ബാബയുടെ മുരളിയില് പലപ്പോഴും നമ്മൾ ഈ പദം കേൾക്കാറുണ്ട്. എന്താണ് മർജീവ? ഇന്നലെയും ബാബ പറഞ്ഞു മർജീവയാകണം. ഇന്നത്തെ മുരളിയിലും പറഞ്ഞു ബാബ, നിങ്ങൾ എൻ്റെ വാതിൽക്കലെത്തി, ഭഗവാന്റെ മടിത്തട്ടിലെത്തിയ അർത്ഥം മർജീവയാക്കും. ആ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ജീവിച്ചിരിക്കെ മരിക്കുക. ഒന്നുകൊണ്ട് ആത്മാവ് ശരീരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളതിനെ മരണമെന്നാണ് പറയുന്നത്. പക്ഷേ ഭഗവാന്റെ മടിയിൽ വന്ന് നമുക്ക് ഈ 84ാമത്തെ ജന്മം, 83 ജന്മമാണ് മാക്സിമം ഒരു ആത്മാവിന് ശരീരം വിട്ട് ശരീരം എടുക്കണം അല്ലേ? ഇത് നമ്മുടെ 84ാമത്തെ ജന്മം എന്ന് പറയാൻ എന്താ കാരണം? ബ്രഹ്മാമുഖത്തിലൂടെ ശിവഭഗവാൻ നൽകുന്ന ദിവ്യ ജ്ഞാനം കേട്ട് നമുക്കൊരു പുതിയ ജന്മം, പുതിയ ജീവിതം ലഭിക്കുകയാണ്. ഈ 84ാമത്തെ ജന്മത്തെയാണ് മർജീവ ജന്മം അഥവാ ബ്രാഹ്മണ ജന്മം എന്ന് പറയണം. ഒന്നുണ്ട് ബ്രഹ്മകുമാർ, ബ്രഹ്മകുമാരി, മറ്റൊന്ന് ബ്രാഹ്മണൻ. എന്താ വ്യത്യാസം? ഒന്ന് BK എന്ന് നമ്മൾ പറയും, ബ്രഹ്മകുമാരൻ, ബ്രഹ്മകുമാരി. ബ്രഹ്മമുഖത്തിലൂടെ പരമാത്മജ്ഞാനം കേട്ടുകഴിയുമ്പോൾ എല്ലാവരെയും ബ്രഹ്മകുമാരൻ, ബ്രഹ്മകുമാരി എന്ന് പറയും. പക്ഷേ ബാബ പറയില്ലേ, BK ജ്ഞാനം കേട്ടാൽ നിങ്ങൾ BK ആയി. പക്ഷേ ബ്രാഹ്മണ ജീവിതത്തിലേക്ക് വരിക, ബ്രഹ്മകുമാരൻ, ബ്രഹ്മകുമാരി, ഒരു സത്യബ്രാഹ്മണനായി മാറുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് ബാബ പറയണേ, മർജീവയാകണം, എന്നാലേ ബ്രാഹ്മണൻ എന്ന് പറയും. ജ്ഞാനം കേട്ടാ BK ആയി, പക്ഷെ മർജീവയായോ? ജ്ഞാനം കൊണ്ട് നമുക്കൊരു പുതിയ ജന്മം കിട്ടണം. ഇന്നലെ ബാബ മുരളിയിൽ പറഞ്ഞില്ലേ, ക്രിസ്ത്യൻ ധർമ്മത്തിൽ ഒരു കുട്ടി ജനിച്ച ക്രിസ്ത്യാനിയാക്കുന്ന ഒരു ചടങ്ങുണ്ട്. സാധാരണ ബ്രാഹ്മണ കുലത്തില്, ബ്രാഹ്മൺ ജാതിയില് ബ്രാഹ്മണനാക്കുന്ന ഒരു ചടങ്ങുണ്ട്, ഉണൂൽ കല്യാണം. അപ്പോഴാണ് ബ്രാഹ്മണൻ എന്ന് പറയാം. ആ ചടങ്ങിനെ ഉപനയനം എന്നാണ് പറയാം. ആ വാക്ക് തന്നെ നോക്കൂ. ആരാണ് ബ്രാഹ്മണൻ? മർജീവയാകുന്നത് ആരാണ്? ഉപനയനം. കൂടെ തൊട്ടടുത്തുള്ള നയനം തുറക്കണം. ഈ 2 കണ്ണുകളുടെ തൊട്ടരികില് 3-ാം കണ്ണുണ്ട് നമുക്ക്. ഈ 3-ാം കണ്ണ് ആരുടെ തുറന്നുവോ? ആത്മനേത്രം തുറന്ന് ആത്മബോധത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമ്മളെ എന്ത് പേര് പറയുള്ളൂ? മർജീവ. അതുകൊണ്ടാണ് ബ്രാഹ്മണൻ കുളിച്ച് അല്ലേ ആദ്യം എന്താ ചെയ്യണേ? തിലകം തൊടും, കുറിയിടം. വൈഷ്ണവരാണെങ്കിൽ മുകളിലേക്ക് കുറിയിടും, ശൈവരാണെങ്കിൽ അല്ലേ തിരിച്ച് 3 വരകളുടെ കുറിയിടും. പക്ഷെ കുളിച്ച ബ്രാഹ്മണൻ ഒരിക്കൽ അല്ലേ കുളിക്കുകയും ചെയ്യും, രാവിലെ നേരത്തെ, ഒപ്പം കുറിയും തൊടും. അതുപോലെ ബാബയും നമ്മൾ കുട്ടികളോട് എന്താ പറയണേ? അല്ലെ, 3-ാം കണ്ണ് തുറന്ന് ആത്മബോധത്തിൻ്റെ തിലകം ചാർത്തി, അവിനാശിയായി തിലകം ചാർത്തി ആര് ജീവിക്കുന്നു, അപ്പോഴാണ് നമ്മളെ മർജീവ എന്ന് പറയുള്ളൂ. കാരണം മർജീവ അർത്ഥം എന്താണ്? ഈ 3-ാം കണ്ണിലൂടെ ആര് കാര്യങ്ങളെ നോക്കി കാണുന്നു. ജ്ഞാനയുക്തമായ ഒരു ദൃഷ്ടി. അതായത് 3-ാം കണ്ണ് തുറക്കുന്നതോടുകൂടി നമുക്ക് പരിവർത്തനം ഉണ്ടാക്കുകയാണ്. ഏതൊക്കെ പരിവർത്തനം? 6 കാര്യങ്ങളിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കണം. ഫസ്റ്റ്, ദൃഷ്ടി പരിവർത്തനം.
ആത്മദൃഷ്ടി. പിന്നെ വൃത്തി പരിവർത്തനം, നമ്മുടെ മനോഭാവം മാറും. സർവരെ പ്രതിയും അല്ലേ ആത്മഭാവം, ശുഭാവന, ശുഭകാമന, മംഗളഭാവന, പരോപകാരി ഭാവന, അവ പറയില്ലേ മനോവൃത്തി മാറി. മൂന്നാമത്തേത് ഏതാണ്? ദൃഷ്ടി, വൃത്തി, സ്മൃതിയിലെ മാറ്റം. ഏത് സ്മൃതി? ഞാൻ ആരാണ്, ആരുടേതാണെന്ന സ്മൃതി. എൻ്റെ കൂടെയുള്ളവരെല്ലാവരും ആരാണ്? ഭഗവാൻ സ്മൃതി ഉണർത്തിത്താൻ നമുക്ക് നമ്മുടെ അനാദി സ്വരൂപത്തിൻ്റെ സ്മൃതി, ആദി സ്വരൂപത്തിൻ്റെ സ്മൃതി. നമ്മുടെ കൂടെയുള്ളവരെല്ലാം അല്ല നമ്മുടെ ആത്മബന്ധുക്കളാണ്, ബാബയുടെ മക്കളാണെന്ന സ്മൃതി. ഈ സ്മൃതി ഉണരുമ്പോഴാണ് നമുക്ക് മറക്കേണ്ടതെല്ലാം മറക്കാൻ, വിസ്മൃതിയിലാക്കേണ്ടതെല്ലാം മറക്കാൻ കഴിയുന്നു. പക്ഷെ സ്മരിക്കേണ്ടത് സ്മരിച്ചാലേ മറക്കേണ്ടത് നമുക്ക് മറക്കാൻ പറ്റും. അതുകൊണ്ടാണ് ബാബ എപ്പോഴും പറയണത്, നിങ്ങൾ നിങ്ങളുടെ അനാദി സ്വരൂപത്തിൻ്റെ സ്മൃതി ഉണർത്തു. എന്നാലേ വർത്തമാന സമയത്ത് ഈ തമോ ഗുണി ലോകം, അല്ലെങ്കിൽ ഒരാൾ തമോ ഗുണി രജോ ഗുണി സ്വഭാവമോ സംസ്കാരമോ എന്ത് കാണിച്ചാലും, പെരുമാറ്റം കാണിച്ചാലും, നമുക്ക് അവരെ പ്രതിയും ശുഭാവന അല്ലേ മംഗളഭാവന ഉണ്ടാകണമെങ്കിൽ സമർത്ഥ സ്മൃതികളിൽ ജീവിക്കണം. അപ്പോഴേ വ്യർത്ഥമില്ല ഉണ്ടാകുള്ളൂ, വ്യർത്ഥ ചിന്തകൾ വരാതിരിക്കും. സോ ദൃഷ്ടി, വൃത്തി, സ്മൃതി. നാലാമത്തത് കൃതി. ബാബ പറയണേ എന്താ? ബ്രാഹ്മണന്റെ കൃതി, കർമ്മം മറ്റെല്ലാവരുടെയും കർമ്മത്തിൽ നിന്ന് തികച്ചും വേറിട്ടതാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണന് അല്ലെ തിലകത്തിനോടൊപ്പം എന്തുണ്ട്? ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ കുടുമി എപ്പോഴും ഉണ്ടാക്കും. ഏറ്റവും ഉന്നത സ്ഥിതിയിലിരിക്കുന്ന ആളാണ് അല്ലെ, ഉയർന്ന കർമ്മം, ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്ന ആളാണ്. സോ നമ്മൾ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ മർജീവയായി അർത്ഥം, ഞാൻ എൻ്റെ മനസ്സ്, ബുദ്ധി, സംസ്കാരം, പിന്നെ ഈ ശരീരത്തിലെ സർവ്വ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് ഞാൻ ഭഗവാന്റെ ശ്രീമത പ്രകാരം ശ്രേഷ്ഠ കർമ്മം ചെയ്യുകയാണെങ്കിൽ മാത്രമേ എന്നെ ബ്രാഹ്മണൻ എന്ന് പറയുള്ളൂ. ആ ബ്രാഹ്മണനാണ് കുടുമി ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ഉയർന്ന ചിന്ത അല്ലെ, ഉയർന്ന ശ്രേഷ്ഠമായ വാക്കുകൾ, ശ്രേഷ്ഠമായ കർമ്മം, ഒരേ ഒരു ശോഭാബയുടെ ഡയറക്ഷൻ പ്രകാരം ജീവിക്കുന്ന ഉയർന്ന സ്ഥിതി, അതാണ് കുടുംബി ബ്രാഹ്മണൻ. അപ്പോൾ നമുക്ക് ദൃഷ്ടി, വൃത്തി, സ്മൃതി, കൃതി, പിന്നെയോ അല്ലേ ലാസ്റ്റ് നമുക്ക് നമ്മുടെ സംബന്ധങ്ങൾ, ബന്ധങ്ങളെല്ലാം ബാബ എന്താ പറയണേ അല്ലെ, സേവനത്തിൻ്റെ സംബന്ധങ്ങളാക്കി മാറ്റുക. ലൗകികത്തെ പോലും അലൗകികമാക്കി മാറ്റുക. അലൗകികത്തിൽ വന്നിട്ട് പിന്നെ നമ്മളൊരു ലൗകിക ജീവിതം ഉണ്ടാക്കരുത്. അലൗകികം അല്ലെ, മർജീവ ജന്മം എടുത്തിട്ട് ബാബ വീട്ടിൽ ലൗകിക ബന്ധങ്ങളും ബന്ധനങ്ങളിൽ നിന്ന് മുക്തമായി. പക്ഷേ ബാബ വീട്ടിൽ വന്നിട്ട് ഇതെൻ്റെ അമ്മയെ പോലെയുണ്ട്, ഇതെൻ്റെ ചേച്ചിയെ പോലെയുണ്ട്, ഇതെൻ്റെ സ്വന്തം സിസ്റ്ററാണ്. അലൗകിക ജീവിതത്തിൽ വന്നിട്ട് വീണ്ടും നമ്മൾ ലൗകിക ബന്ധങ്ങളും ബന്ധുത്വങ്ങളും ഉണ്ടാക്കാൻ പാടില്ല. അവിടുന്ന് ബന്ധനമുക്തായി, പക്ഷെ ഇവിടെ വന്ന് ബാബ പറയില്ലേ പുതിയ ബന്ധങ്ങൾ, ബന്ധനങ്ങളിൽ കുടുങ്ങി. അതുകൊണ്ടാണ് പറയണ ബാബ നമുക്കെല്ലാ ആത്മാക്കളോടൊപ്പം ഈവൻ ലൗകിക ബന്ധങ്ങളെപ്പോലും ബാബ അലൗകികമാക്കാനാണ് പറയണത്. യജ്ഞത്തിൽ മമ്മയുടെ മമ്മയും ഒരേ യജ്ഞത്തിലാണ് ഉണ്ടായിരുന്നത്, മധുവനത്തിൽ. എല്ലാവരും പറയും, ആർക്കും മനസ്സിലാകുകയില്ല ഇത് അമ്മയാണ്, ഇത് മകളാണ്. അങ്ങനെ ഒരു സ്മെല്ല് ഒരിക്കലും വൃത്തി, ദൃഷ്ടി, പെരുമാറ്റത്തിൽ പരസ്പരം ഉണ്ടായിട്ടില്ല. മമ്മയുടെ അമ്മ പോലും മാതേശ്വരി മമ്മ എന്നാണ് വിളിച്ചിരുന്നത്. ബാബയുടെ കുടുംബം, ബാബയുടെ സഹധർമ്മിണി, മക്കള് ഒരുമിച്ച് ഉണ്ടായിരുന്നു സാക്കാർ ബാബയോടൊപ്പം. പക്ഷെ ആർക്കും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല ഇതാണ് ബാബയുടെ സഹധർമ്മിണി, ഇതാണ് ബാബയുടെ പുത്രി അല്ലെങ്കിൽ മരുമകള്. അങ്ങനെ ഒരു ലൗകികമായിട്ടുള്ള സംബന്ധം, ലൗകികമായിട്ടുള്ള ദേഹദൃഷ്ടി, ദേഹബന്ധങ്ങളുടെ സ്മൃതി ഉണ്ടായിരുന്നില്ല. കാരണം ബാബ ആത്മാവിൻ്റെ പാഠം ഉറപ്പിച്ചതിനാൽ എല്ലാവരും മർജീവയായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ദാദിമാരുടെ എല്ലാം ചിത്രം നിങ്ങൾ നോക്കിക്കോളൂ, അവരുടെയൊക്കെ ദൃഷ്ടിയാണ്
പ്രത്യേകമായത് അല്ലേ? കണ്ണ് കണ്ട കണ്ണുകളിൽ അലൗകികത നമുക്ക് കാണപ്പെടും. ആത്മീയതയുണ്ട്, ദിവ്യതയുണ്ട്, പവിത്രതയുണ്ട്, സത്യതയുണ്ട്, ശക്തിയുണ്ട്. സർവ്വ ദിവ്യ ഗുണങ്ങളും നമുക്ക് അവരുടെ ദൃഷ്ടിയിൽ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് നമ്മളും ബ്രാഹ്മൺ ജീവിതം എടുത്തു. നമ്മൾ നമ്മുടെ സംബന്ധങ്ങൾ നോക്കണം. ബാബ വീട്ടിൽ നമുക്കെല്ലാവരെയും പ്രതിയും ആത്മഭാവമാണ്. ഒറ്റ ബന്ധമേ ഉള്ളൂ, ആത്മാ ആത്മാ ഭായ് ഭായ്. ശരീരരൂപത്തിൽ ഒറ്റ ബന്ധം, എല്ലാവരും ഭായ് ബഹൻ. ബാബ പറയൊരു കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും ഭായ് ബഹൻ. മാതേശ്വരി ഒരിക്കലും തന്നെക്കാളും പ്രായം കുറഞ്ഞാൽ കൊച്ചുകുട്ടികളെ പോലും പേരിട്ട് വിളിക്കില്ലായിരുന്നു പറയും. രമേശ് ഭായ് ഒരിക്കൽ അനുഭവം പറഞ്ഞിട്ടുണ്ട്. രമേശ് ഭായിജിന്നേ മമ്മ വിളിക്കുള്ളൂ. വളരെ ചെറുതാണെന്ന് രമേശ് ഭായ് ഒരിക്കൽ ചോദിച്ചു അത്രേ മമ്മയോട്. ഞങ്ങൾ ഇത്രയും ചെറുതല്ലേ, പ്രായം കൊണ്ടും ജ്ഞാനം കൊണ്ടും സേവനം കൊണ്ടും തപസ്സുകൊണ്ടും അമ്മയ്ക്ക് പേര് വിളിച്ചാൽ പോരെ? മാതേശ്വരി പുഞ്ചിരിച്ചു. ബാബ ഭായ് ബഹൻ. ഭഗവാൻ ഈ യജ്ഞത്തിൽ ഏതൊരു ദൃഷ്ടികോണാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് മമ്മ അക്ഷരം പ്രതി ഫോളോ ചെയ്തത്. നമ്മൾ മമ്മയുടെ ഈ മാസമല്ലേ, എല്ലാവരെയും പ്രതിയും ബാബ വീട്ടിൽ ഭായ് ബഹൻ പേരിട്ട് വിളിക്കുന്നതിന് പകരം പ്രായം കുറവാണെങ്കിലും ചില സെൻറ്ററിൽ വരുമ്പോൾ സെൻറ്ററിലിരിക്കുന്ന സിസ്റ്റേഴ്സ് ചിലപ്പം വളരെ പ്രായം കുറഞ്ഞ സിസ്റ്റേഴ്സ് ഉണ്ടാവും, അവരെ പേരിട്ട് വിളിക്കും. പക്ഷെ നമ്മളങ്ങനെ വിളിക്കാൻ പാടില്ല. ആരാണെങ്കിലും, ഈവൻ ആ സിസ്റ്ററുടെ അമ്മയാണ് ക്ലാസ്സിൽ വരുന്നതെങ്കിൽ അല്ലെങ്കിൽ അച്ഛനാണ് ക്ലാസ്സിൽ വരുന്നതെങ്കിൽ പോലും ബാബയുടെ ഗതിയിൽ ബാബ ഇരുത്തിയിരിക്കുക. ഗതിയിലിരിക്കുന്നവർ മാത്രമല്ല, ക്ലാസ്സിൽ നമ്മളോടൊപ്പം ഇരിക്കുന്നവരാണെങ്കിലും നമ്മുടെ സമാനപ്രായക്കാരാണെങ്കിലും ബാബ എന്താ പറയണേ? സഹോദരി സഹോദരൻ, ഭായി ബഹൻ. ആ ഒരു ആദരവോടുകൂടി, അതും ബാബ പറയില്ലേ ഒരു സ്നേഹാദരവാണ്. പലപ്പോഴും നമ്മൾ അതിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഇന്ന് മുതൽ നമുക്ക് എല്ലാവർക്കും ഈ സങ്കല്പം എടുക്കാം. എല്ലാവരെയും ഒന്നുകിൽ ഭായി അല്ലെങ്കിൽ ബഹൻ ഈ വാക്ക് ചേർത്തേ നമ്മൾ വിളിക്കാവും. അത് പ്രായം കൂടിയവരാണെങ്കിലും കുറഞ്ഞവർ. അതിൻ്റെ അർത്ഥം വീട്ടിൽ പോയി ഭായി ബഹൻ എന്ന് വിളിക്കരുത്. ഹസ്ബൻഡിനെ ഭായി അല്ലെങ്കിൽ വൈഫിനെ ബഹൻ. കാരണം വീട്ടിലെല്ലാവരും ജ്ഞാനത്തിലുണ്ടാവണം എന്നില്ല. അപ്പം നമ്മൾ രണ്ടാളേ ഉള്ളു വീട്ടിൽ, രണ്ടുപേരും ബാബയുടെ മക്കളാണ് എങ്കിൽ സിറ്റുവേഷൻ വേറെ. പക്ഷെ അപ്പോഴും മറ്റാരെങ്കിലും ലൗകിക ബന്ധുമിത്രാദികളൊക്കെ പലപ്പോഴും വീട്ടിൽ വന്നു പോകും, അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലത്തും പോകും. മറ്റാൾക്കാരുടെ മുന്നിൽ വെച്ച് നമ്മൾ ഭായി ബഹൻ എന്ന് പറയാൻ പാടില്ല. കാരണം ആൾക്കാരത് തെറ്റിദ്ധരിക്കും, ഡിസ്സർവീസായിട്ട് മാറും. അതുകൊണ്ട് എവിടെ, എപ്പോൾ, എങ്ങനെ, ആരോട് പെരുമാറണം, ഏത് വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം. ഈശ്വരീയ കുടുംബത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല പദങ്ങളും നമുക്ക് ലൗകികത്തിൽ പോയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ലൗകികത്തിൽ സേവനം നടക്കണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ആദരവ് കലർന്ന പെരുമാറ്റമായിരിക്കണം അവിടെ. അവിടെ നമ്മൾ ഭായി ബഹൻ എന്ന് വിളിച്ചുകൊണ്ടുള്ള സേവയല്ല ചെയ്യേണ്ടത്. പകരം നമ്മുടെ പവിത്ര ജീവിതത്തിൻ്റെ, നമ്മുടെ ദിവ്യ ഗുണങ്ങളാണ് അവിടെ കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ ഓരോ കർമ്മത്തിലും ഉള്ള ഗുണങ്ങളും ശക്തികളിലൂടെയുമാണ് ബാബ പറയണേ സേവനം നടത്തേണ്ടത് അല്ലേ? അവിടെയും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ജ്ഞാനം നമുക്കൊരാൾക്ക് കിട്ടിയല്ലേ രണ്ടാൾക്ക് കിട്ടി പറഞ്ഞ് കുടുംബത്തിലുള്ളവരെല്ലാവരും ജ്ഞാനമാർഗത്തിലില്ല. അത് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. അതുകൊണ്ട് ആര് എങ്ങനെ, ഏത് ബാബ പറയില്ലേ, ആരെങ്ങനെയാണോ അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊപ്പം ജീവിച്ചു പോകാനാണ് ബാബ നമുക്ക് ജ്ഞാനം തരണം. അതുകൊണ്ട് റിലേഷൻഷിപ്പുകളിൽ നമ്മൾ നോക്കണം. ബാബ വീട്ടിലാണെങ്കിലും ലൗകിക് വീട്ടിലാണെങ്കിലും സർവരും ബാബ പറയില്ലേ ഉള്ളിലുണ്ടായിരിക്കുന്ന എല്ലാം എൻ്റെ ആത്മബന്ധുക്കളാണ് അല്ലെ? വീട്ടിൽ ഇങ്ങനെ വിചാരിക്കരുത്. ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും BK ജീവിതത്തിന് തടസ്സമുണ്ടെങ്കിൽ പോലും, ഓ ബാബ ഇതെന്താ എനിക്ക് ഇങ്ങനെ ഒരു ഹസ്ബൻഡ്, ഇങ്ങനെ ഒരു വൈഫ്, ഇങ്ങനെ ഒരു മോൻ, ഇതെൻ്റെ കർമ്മക്കണക്കാണല്ലോ എന്ന് വിചാരിക്കരുത്. ബാബ പറയണത് എന്താ? അതും സേവന സംബന്ധമാണ്. ആ ആത്മാക്കളോടൊപ്പം നമുക്കെന്ത്
അല്ലേ കർമ്മം പൂർത്തിയാക്കാനുണ്ടോ, ആ കർമ്മം ഭഗവത് സേവയാണെന്ന ബോധത്തോടെ പൂർത്തിയാക്കുക. എൻ്റെ കർമ്മക്കണക്കാണല്ലോ ചിന്തിക്കുമ്പോൾ കർമ്മബന്ധനങ്ങൾ വീണ്ടും കൂടും. സൂക്ഷ്മത്തിൽ വീണ്ടും ആത്മാവുമായിട്ട് നമ്മൾ ഉള്ള കർമ്മബന്ധന ചരട് കൂടുതൽ മുറുകയാണ് ചെയ്യുന്നത്. ചിലർ കണ്ടിട്ടില്ലേ, കെട്ടഴിക്കാൻ ശ്രമിക്കുമ്പോൾ കെട്ടുകൾ പിടിച്ച് ടൈറ്റാക്കും അറിയാതെ. അതേപോലെ നമുക്ക് ഈ ജന്മം കെട്ടുകൾ അഴിക്കാനുള്ള ടൈമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പോലും ആരെങ്കിലും തമ്മിലുള്ള ബന്ധങ്ങൾ, റിലേഷൻഷിപ്പുകളെ പ്രതി പലപ്പോഴും പല കഠിന സിറ്റുവേഷനിലൂടെയും നമ്മളൊക്കെ കടന്നു പോകുന്നുണ്ടാവും. പക്ഷെ എന്നാലും ബാബ പറയണേ, ആ സിറ്റുവേഷനിൽ പോലും അവരെ പ്രതി നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ശുഭഭാവനയും മംഗളഭാവനയും ഉണ്ടോ, അല്ല നമ്മുടെ ഭാവന എപ്പോഴും ക്ലിയർ ആയിരിക്കണം. ആ ഭാവത്തോടെ മംഗളഭാവനയോടുകൂടി നമ്മൾ നമ്മുടെ ആ കർമ്മബന്ധന ചങ്ങലകൾ എന്ത് കർമ്മമാണോ പൂർത്തിയാക്കാനുള്ളത് പൂർത്തിയാക്കി കൊണ്ടുപോവുക. കാരണം വീണ്ടും ഒരു പുതിയ കെട്ട് നമുക്കൊരാത്മാവിനോടൊപ്പം ഉണ്ടാക്കരുത്. ഇതിൽ നമ്മൾ വളരെ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. അതാണ് മർജീവ ജന്മം. പുതിയ കർമ്മബന്ധന ചരടുണ്ടാക്കരുത്. പിന്നെ മർജീവ ജന്മത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? പഴയ കണക്ക് തീർക്കണം, പുതിയ കർമ്മക്കണക്കുകൾ ഉണ്ടാക്കരുത്. ചെയ്തുപോയ പഴയ കർമ്മങ്ങളുടെ കണക്കുകൾ ബാബയ്ക്ക് നൽകണം. ഇത് 3 ചെയ്താലേ നമുക്ക് മർജീവയാകാൻ പറ്റും. 3 ചെയ്യണം. ബാബ പറയാറില്ലേ, നിങ്ങൾ നിങ്ങളുടെ കർമ്മകഥ, ജീവിത കഥ ആസ് ഇറ്റ് ഈസ് അതേപോലെ എനിക്ക് എഴുതി തരൂ. നമുക്ക് 2 കഥയാണുള്ളത്. ഒന്ന് ബാബയുടെ അടുത്ത് വരുന്നതിന് മുമ്പുള്ള നമ്മുടെ ജ്ഞാനം കിട്ടുന്നതിന് മുമ്പുള്ള നമ്മുടെ സ്റ്റോറി, അതിലെ പ്ലസ് മൈനസ്. എപ്പോഴെങ്കിലും ഒരു തവണ അത് ഫുള്ള് ബാബയ്ക്ക് എഴുതി വെക്കണം. നമ്മൾ ഒന്നേ എഴുതി സെന്ററിലോ മധുബനിലോ നമ്മൾ ബാബയുടെ ബോക്സിലിടണം. രണ്ടാമത് ബാബയെ കിട്ടിയതിന് ശേഷം ജ്ഞാനമാർഗത്തിൽ വന്നിട്ടും നമുക്കൊരു ജീവിത കഥയുണ്ട്. എന്താ കഥ? ബാബയെ കിട്ടിയിട്ടും നമ്മൾ മർജീവയാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജ്ഞാനം കൊണ്ട് ജ്ഞാനത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ട് ജീവിക്കാത്തിടത്തോളം കാലം നമ്മൾ അറിഞ്ഞ് 1 വർഷം കഴിഞ്ഞാലും 2 വർഷം കഴിഞ്ഞാലും 3 വർഷമാണെങ്കിലും നമ്മൾ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ പല തെറ്റുകുറ്റങ്ങളും ഉണ്ടായിട്ടും ഉണ്ടാവും. അങ്ങനെ ജ്ഞാനത്തിൻ്റെ അപക്വത കൊണ്ട്, ജ്ഞാനത്തെ ഉപയോഗിച്ച് ജീവിക്കാത്തത് കൊണ്ട് നമ്മൾ 5 വർഷമോ 10 വർഷമോ ചിലപ്പോൾ 20 വർഷം 25 വർഷം നമ്മൾ ബാബയുടെ മടിയിൽ യാത്ര ചെയ്തുവെങ്കിലും മർജീവയായിട്ടുണ്ടാവണമെന്നില്ല. പൂർണ്ണമായും ഒരു ഫുൾ കാസ്റ്റ് ബ്രാഹ്മണനായി മാറുക. കാരണം ഫുൾ കാസ്റ്റ് ബ്രാഹ്മണനായി മാറുമ്പോൾ നമ്മൾ ഫരിസ്ത എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്കാണ് യാത്ര നടക്കുക. ബ്രാഹ്മണനായിട്ട് അങ്ങ് ജീവിക്കുക എന്നുള്ളതല്ല. ബ്രാഹ്മണൻ അല്ലേ, സമ്പൂർണ്ണ ബ്രാഹ്മണ ജീവിതം. ഫുൾ കാസ്റ്റ് ബ്രാഹ്മണനായാൽ നമ്മൾ മലഖ സ്ഥിതിയിലേക്ക് ഉയരുകയാണ്. അതുകൊണ്ട് നമ്മൾ ബാബയുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം നമ്മുടെ കയ്യിൽ നിന്നുണ്ടായ തെറ്റുകുറ്റങ്ങൾ എന്തെല്ലാം ഉണ്ടോ, ബാബയുടെ ശ്രീമതത്തിന് അനുകൂലമല്ലാത്ത എന്തെല്ലാം അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചോ, അപക്വത കൊണ്ടുണ്ടായോ, എല്ലാം ബാബയ്ക്ക് എഴുതി ബാബയുടെ ലെറ്റർ ബോക്സിൽ നമ്മൾ സമർപ്പിക്കണം. ഇത് ഒരു തവണ അല്ലേ, പാസ്റ്റ് ലൈഫിൻ്റെ ബാബയെ കിട്ടുന്നതിന് മുമ്പ്, കിട്ടിയതിന് ശേഷമുള്ളത്. പിന്നെ അടുത്ത ബാബ എന്താ പറഞ്ഞിരിക്കണേ? എല്ലാ രക്ഷാബന്ധനത്തിലും, രക്ഷാബന്ധൻ, ശിവരാത്രി, ഈ 2 സുവർണ അവസരങ്ങൾ നമുക്ക് ബാബ തന്നിട്ടുണ്ട് മർജീവയാകാൻ. നമ്മൾ എല്ലാ രക്ഷാബന്ധനത്തിലും നമ്മുടെ പാസ്പോർട്ട് പുതുക്കണം. മർജീവയായി എന്ന് ബാബ നമുക്ക് തന്ന പാസ്പോർട്ട് ബ്രാഹ്മണനാണ് അല്ലേ, BK ആയി ബ്രാഹ്മണനായി എന്ന് വിചാരിച്ചാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളൊരു പാസ്പോർട്ട് എടുക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും, 20 വർഷത്തെ പാസ്പോർട്ട് തന്ന, അല്ലെ 10 വർഷത്തെയാണ് നമുക്ക് പുതുക്കി തന്ന. 10 വർഷം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം? പുതുക്കണം. വീണ്ടും പുതുക്കുമ്പോൾ ഒന്നേന്ന് എല്ലാം അല്ലേ അന്വേഷിക്കുക, എല്ലാ പ്രൂഫും കൊടുക്കണം. വീണ്ടും എൻക്വയറിക്ക് വീണ്ടും പോലീസ് നമ്മുടെ വീട്ടിലേക്ക് വരില്ലേ? അതേപോലെയാണ് ഓരോ വർഷത്തെ രക്ഷാബന്ധനത്തെ നമ്മൾ വിചാരിക്കരുത്, ഞാൻ ഇനി എന്തിനാ രാഖി കിട്ടണേ, ഞാൻ പവിത്ര ജീവിതമല്ലേ ജീവിക്കണേ, എല്ലാ വർഷവും രാഖി എന്തിനാ കിട്ടണേ, ഇത് വെറൊരു ചടങ്ങ്, എന്തിനാ സ്ഥൂല ചടങ്ങ്. ഇത് സ്ഥൂല ചടങ്ങല്ല, ഇതിൻ്റെ ഉള്ളിൽ ധാരാളം സൂക്ഷ്മതയുണ്ട്. എന്താ സൂക്ഷ്മത? ബാബ പറയണ ഓരോ വർഷവും
നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് പുതുക്കൂ, ബാബയ്ക്ക് പ്രൂഫുകൾ തരൂ. കഴിഞ്ഞ ഒരു വർഷം പവിത്രതയുടെ വിഷയത്തിൽ, കാരണം ബ്രാഹ്മണൻ ആരേ പറയുള്ളൂ? ആരാണ് പൂണൂലിൻ്റെ ഉള്ളിൽ ജീവിക്കണം. പൂണൂലിട്ട് ജീവിക്കുന്ന ആളാണ് ബ്രാഹ്മണൻ. ഏതാ പൂണൂല്? പവിത്രതയുടെ പൂണൂല്, ഈശ്വരീയ നിയമങ്ങളുടെ പൂണൂല്, ദിവ്യഗുണങ്ങളുടെ ധാരണകളുടെ പൂണൂല്. ബാബ നൽകുന്ന ശ്രീമതമാണ് നമുക്ക് പൂണൂല്. ഈ പൂണൂലിൻ്റെ ഉള്ളിൽ വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് ലൗകികത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ലൗകികത്തിലും ബ്രാഹ്മണർക്ക് കുറി കുടുമി പൂണൂല്. പിന്നെ കക്ഷത്തിൽ ഗീത എപ്പോഴും ഉണ്ടോ? ഏതെങ്കിലും ഒരു ശാസ്ത്രം, വേദമോ ഗീതയോ ഉപനിഷത്തോ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യതാണ് ബ്രാഹ്മണന്റെ മുഖ്യമായ തൊഴിൽ. പിന്നെ പൂജാതി കർമ്മം. ബാബയും നമ്മൾ കുട്ടികളോട് എന്താ പറയണേ? പൂണൂലിട്ട ബ്രാഹ്മണനാകണം. പവിത്രത, പ്രത്യേകിച്ചും ബ്രാഹ്മണന്മാരെ പറയുള്ളൂ, സമ്പൂർണ്ണ പവിത്രത പാലിക്കുക. അവരെയാണ് അല്ലെ ബാബ പറയണ ഫുൾ കാസ്റ്റ് ബ്രാഹ്മണൻ. സെന്ററിൽ വന്നു മുരളി കേൾക്കണു, യോഗം ചെയ്യണു. നമ്മളെല്ലാവരും പറയും ഞാനും ഒരു ബ്രഹ്മകുമാരനാണ്, ബ്രഹ്മകുമാരിയാണ്. ശരിയാണ്. ബ്രഹ്മമുഖത്തിലൂടെ നമ്മൾ ജ്ഞാനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാം അല്ലെ BK എന്ന് നമ്മൾ നമ്മുടെ പേരിന് മുന്നിൽ ഉടൻ നമ്മൾ BK എന്ന് ചേർക്കും. അതൊക്കെ എളുപ്പമാണ്. വേണമെങ്കിൽ നമുക്ക് ബാബയുടെ ഈ യൂണിഫോം ഇഷ്ടപ്പെട്ട നമ്മൾ ഉടൻ വിശേഷ ദിവസങ്ങളിലെല്ലാം ബാബയുടെ യൂണിഫോമും ഇടും. പക്ഷേ നമുക്ക് ബാഡ്ജ് തരാൻ തന്നെ ഒരു ചടങ്ങ് എന്തിനാ വെച്ചിരിക്കണത്? അല്ലെ, ഒരു വർഷം ബ്രാഹ്മണനാകാനുള്ള എല്ലാ നിയമങ്ങളും, അഷ്ടശുദ്ധികള്, സങ്കല്പം, വാക്ക്, കർമ്മം, ശരീരം, മനസ്സ്, ധനം, ജനം എല്ലാം സമ്പൂർണ്ണ പവിത്രമാക്കി മാറ്റുക. മനസ്സ വാച കർമ്മണ സമ്പൂർണ്ണ പവിത്രമാക്കുക. ആ പവിത്രമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള വാക്ക് നമ്മൾ ബാബയ്ക്ക് കൊടുക്കുമ്പോഴാണ് ബാബ നമുക്ക് തിരിച്ചു തരുന്ന ആ പ്രമാണം. എൻ്റെ കുട്ടി ഒരു ബ്രാഹ്മണനായി. അതിൻ്റെ ഒരു തെളിവായിട്ടാണ് നമുക്കൊരു ബാഡ്ജ് ബാബ തരുന്നത്. ഇതൊരു വെറും അടയാള ചിഹ്നമല്ല. ഞാനൊരു സമ്പൂർണ്ണ പവിത്ര ജീവിതം ജീവിക്കുന്ന ഫുൾ കാസ്റ്റ് ബ്രാഹ്മണനാണ് എന്നതിൻ്റെ തെളിവായിട്ടാണ് നമ്മൾ ബാബയുടെ അടുത്തുനിന്ന് ബാഡ്ജ് സ്വീകരിക്കണം. അപ്പം അതുകൊണ്ട് ഇത് മധുവൻ പോകാൻ വേണ്ടി മാത്രമാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇത് നമ്മുടെ ജീവിതമാണ്, മരിച്ച് ജീവിക്കലാണ്. ബാബയുടെ മടിയിൽ ജനിച്ചു അർത്ഥം പഴയതിൽ നിന്ന് ഞാൻ മരിച്ച് ഭഗവാന്റെ മടിത്തട്ടിലൊരു പവിത്രമായ ജീവിതമാണ് ജീവിക്കുന്നത്. അതിൻ്റെ പ്രൂഫാണ്. ഇതാരെങ്കിലും കാണിക്കാനോ കാണിച്ചു കൊടുക്കാനല്ല. പക്ഷേ ഈ ബാഡ്ജ് ഒരു സേവന ഉപാധിയായിട്ട് മാറും. പക്ഷെ എനിക്ക് എന്നെ ഓർമ്മിപ്പിക്കാൻ ഞാനൊരു മർജീവ ബ്രാഹ്മണനാണ്, ഭഗവാന്റെ മടിയിൽ ജന്മമെടുത്ത പവിത്ര ബ്രാഹ്മണനാണ്. ആ പവിത്ര ബ്രാഹ്മണനെ യോജിക്കുന്നതാണ് എൻ്റെ ചിന്ത, എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തി, എൻ്റെ പെരുമാറ്റം. ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് നമ്മളെ ഓർമ്മിപ്പിക്കാൻ. അതുകൊണ്ടാണ് ബാബ പറയുന്ന ബാഡ്ജ് എപ്പോഴും കുത്തണം. ചിലരുണ്ട് സെൻറ്ററിൽ വരുമ്പോൾ മാത്രം ബാഡ്ജ് കുത്തുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ഈ ബാഡ്ജ് സെൻറ്ററിൽ വരുമ്പോൾ നമ്മളെല്ലാം ബ്രാഹ്മണരാണ്. പ്രത്യേകിച്ച് ബാഡ്ജ് കൊണ്ട് സേവനമില്ല. പക്ഷേ ബാബ പറയില്ലേ, ബാഡ്ജ് കിട്ടി നമ്മളൊരു സമ്പൂർണ്ണ പവിത്ര ബ്രാഹ്മണനാണെങ്കിൽ ഈ ബാഡ്ജ് നമ്മുടെ നെഞ്ചിൽ എപ്പോഴും ഉണ്ടാകണം. കാരണം ഇതെനിക്ക് എന്നെ ഓർമ്മിപ്പിക്കാനാണ്. മറ്റൊന്ന്, ഈ ബാഡ്ജിലൂടെ മറ്റുള്ളവർക്കും ബാബയുടെ ഓർമ്മ ഉണർത്തി കൊടുക്കാൻ, ബാബയുടെ സേവനം ചെയ്യാൻ, സത്യഗീതാജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ ഇതൊരു നിമിത്തമായിട്ട് മാറും. വേറെ ഒന്നുമില്ലെങ്കിലും നമുക്ക് ബാഡ്ജ് ഉണ്ടെങ്കിൽ ആ ബാഡ്ജ് തന്നെ ഈശ്വരീയ സേവയ്ക്ക് നിമിത്തമാകും. ഇതെന്താന്ന് എന്തായാലും എല്ലാവരും ചോദിക്കും. അപ്പം നമുക്ക് ബാബയുടെ കാര്യം പറഞ്ഞു കൊടുക്കാൻ, അല്ല സേവനം ചെയ്യാൻ, ഗീതാജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ, ഭഗവാന്റെ പരിചയം കൊടുക്കാനായിട്ടിത് അല്ല നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ദൃഷ്ടി, വൃത്തി, സ്മൃതി, കൃതി, സംബന്ധം, സമ്പർക്കം, പിന്നെ നമ്മുടെ സംസ്കാരം. മർജീവയ ഈ അർത്ഥം എന്താണ്? സംസ്കാരങ്ങളാണ് സംസ്കരിക്കപ്പെടേണ്ടത്. വയറ്റിട്ടു അല്ലെങ്കിൽ ബാഡ്ജ് കിട്ടിയത് എളുപ്പമാണ്.
പക്ഷെ എൻ്റെ സ്വഭാവത്തിലും സംസ്കാരത്തിലും എന്ത് പരിവർത്തനം ഉണ്ടായി? 3-ാം കണ്ണ് തുറന്നതോടുകൂടി പവിത്രമാകേണ്ടത് ഫസ്റ്റ് എൻ്റെ ദൃഷ്ടികോൺ പവിത്രമാകണം, കാഴ്ചപ്പാട് മാറണം. സർവരെ പ്രതിയും ആത്മഭാവം. പിന്നെ ഹിന്ദു മുസൽമാൻ ഇല്ല, ബ്രാഹ്മണൻ ഈഴവൻ നായര് ഈ വ്യത്യാസമില്ലല്ലോ. കറുത്തവര് വെളുത്തവര്, ഇവര് ശ്രീമതം പാലിക്കുന്നവര്, ഇവര് പാലിക്കാത്തവര്, ഇവര് മധുബൻ പോയവര്, ഇവര് പോകാത്തവര്. നമ്മുടെ ദൃഷ്ടികോണിൽ എന്താണ്? എല്ലാവരും ബാബയുടെ മക്കള്. ബാക്കി ബാബ വീട്ടിലാകുമ്പോൾ ഈശ്വരീയ സേവനങ്ങള് നമുക്ക് ചില സേവ, ഇപ്പോൾ അടുക്കളയിൽ സേവനം ചെയ്യണം, അല്ലെങ്കിൽ ബ്രഹ്മഭോജനം ഉണ്ടാക്കുന്ന സേവയാകട്ടെ, അത് വിളമ്പി കൊടുക്കുന്ന സേവനമാകട്ടെ, അത് സമ്പൂർണ്ണ പവിത്ര ബ്രാഹ്മണ ജീവിതം ജീവിക്കുന്ന കുട്ടികൾ വേണം ചെയ്യാൻ. മധുബനിൽ പോയത് മാത്രമല്ല, മധുബൻ പോയി വന്നാലും നമ്മൾ ഈശ്വരീയ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണ പവിത്ര നിയമങ്ങളെല്ലാം പാലിക്കുന്നവരാണ് നമ്മൾ അടുക്കളയിലെ സേവനം ചെയ്യുള്ളൂ. ഉണ്ടാക്കുന്നതും കഷ്ണം മുറിക്കുന്നതും കിച്ചണുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും, കിച്ചൺ ക്ലീൻ ചെയ്യണമെങ്കിലും ഇനി നമുക്ക് പാത്രം കഴുകി കൊടുക്കണമെങ്കിൽ കിച്ചൻ്റെ ഉള്ളിലല്ല, പുറത്താണ് കൊട്ടത്തളമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ കഴുകി കൊടുക്കാം. പക്ഷേ കിച്ചൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള സേവനങ്ങൾ തീർച്ചയായിട്ടും സമ്പൂർണ്ണ പവിത്ര ബ്രാഹ്മണർക്കുള്ളതാണ്. കിച്ചൺ, സ്റ്റോറ്, ഡൈനിങ്ങില് ബാബയുടെ ഭോജനം വിളമ്പി കൊടുക്കുക, മറ്റ് സേവകളെല്ലാം നമുക്ക് ചെയ്യാം അല്ലേ. ഇപ്പോൾ ഡൈനിങ് ഹാള് ക്ലീൻ ചെയ്ത് വെക്കാം, പാത്രങ്ങൾ കഴുകി കൊടുക്കാം, ഭോഗന്റെ അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ ബാബയുടെ ഈശ്വരീയ മര്യാദ അനുസരിച്ച് കുക്കിങ്ങും സെർവിങ്ങും നമ്മൾ സമ്പൂർണ്ണ പവിത്രത പാലിച്ച് 1 വർഷം പാലിക്കുകയും ജീവിതം മുഴുവൻ പാലിക്കാമെന്ന പ്രതിജ്ഞാബദ്ധ ജീവിതം നമ്മൾ ജീവിക്കുമ്പോഴാണ് ഒരു സത്യമായ സമ്പൂർണ്ണ മർജീവ ജീവിതത്തിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം വേണം നമ്മൾ ഈ സേവ ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക. ഞാൻ അത്രത്തോളം പവിത്ര ബ്രാഹ്മണൻ മർജീവയായി. എന്തൊക്കെ അടയാളം? കുടുമി, പൂണൂല്, തിലകം ബ്രാഹ്മണന്റെ കയ്യിലെ ഗീത. എപ്പോഴും ഞാൻ ഈ ഗീതാജ്ഞാനം ബാബയുടെ ഈ കാര്യം ധാരാളം ആത്മാക്കളുടെ അടുത്ത് എത്തിക്കുന്നുണ്ടോ? പിന്നെ പൂജാതി കർമ്മങ്ങൾക്കെല്ലാം എല്ലാവരും വിളിക്കുന്നത് ആരെയാണ്? ബ്രാഹ്മണരെയാണ്. ബ്രാഹ്മണരില്ലാതെ എവിടെയെങ്കിലും ഒരു യജ്ഞം നടക്കോ? ഒരു പൂജ നടക്കോ? എല്ലാ മംഗളകാര്യങ്ങളും ബ്രാഹ്മണരാ ചെയ്യുന്നത്. അപ്പോൾ ഈ വിശ്വത്തിന്റെ മംഗളകാര്യം സംഗം യുഗത്തിൽ ആരാ ചെയ്യേണ്ടത്? ബാബയുടെ കൂടെ. വിശ്വമംഗളകാരിയായ ഭഗവാൻ ഏതൊരു കർത്തവ്യത്തിന് വന്നിരിക്കുന്നോ ആ ബാബയുടെ വലങ്കൈയായി ജീവിക്കുന്ന മക്കള്. കൈകൾ രണ്ടുണ്ട്, ഇടങ്കൈയുണ്ട്, വലങ്കൈയുണ്ട്. രണ്ടും കൈയാണ്. ബിക്കെയും കൈയാണ്. പക്ഷെ ഞാനൊരു ബിക്കെയിൽ നിന്ന് ബ്രഹ്മകുമാരൻ, ബ്രഹ്മകുമാരി ജ്ഞാനം കേൾക്കുന്നവരെല്ലാം കൈകളാണ്. പക്ഷെ ആ കൈകളിൽ ഞാൻ ആരാകണം? വലങ്കൈയാകണം. വിശ്വമംഗളകാര്യത്തിലെ ബാബയുടെ ബലങ്കൈയായി, ബാബയുടെ യജ്ഞത്തിന്റെ രക്ഷകരായി ജീവിക്കുക. അപ്പോഴേ മർജീവ എന്ന് പറയൂ. ഈ യജ്ഞത്തിന്റെ ഓരോ സ്പന്ദനങ്ങളും ഭഗവാന്റെ ഭാവം, ബാബയുടെ ഭാവനകളെ, ഈശ്വരനെ ബാബ ഇടയ്ക്ക് പറയില്ലേ, മേ ജോഹും ജേസാഹും, ഞാൻ എന്താണോ എങ്ങനെയാണോ അതേ രൂപത്തിൽ ബാബയെ അറിയുക. ബാബയുടെ യജ്ഞം എന്താണോ ഏതാണോ അതേ ഭാവത്തിൽ ഈ യജ്ഞത്തെ മനസ്സിലാക്കുക. ഒന്നുണ്ട് നമ്മൾ വരുന്നുണ്ട്, ബ്രഹ്മകുമാരീസിൽ പോണു, സെന്ററിൽ പോണു, ശിവജ്യോതി ഭവനിൽ പോണു, ക്ലാസ് കേട്ടു, മുരളി കേട്ടു, യോഗം ചെയ്തു, നന്നായിട്ടുണ്ട്, സുഖമായിട്ടുണ്ട്, നന്നായി, നല്ല സേവയായിരുന്നു, നല്ല പ്രസാദമായിരുന്നു, ഇന്ന് നല്ല ക്ലാസ് ആയിരുന്നു, മെഡിറ്റേഷൻ ചെയ്തപ്പോൾ എനിക്ക് നല്ല സുഖം കിട്ടി. ഇതൊരു ലെവല്. നല്ലത് നല്ലത് നല്ലത്. ബാബയുടെ കാര്യം നല്ലതല്ലേ നടക്കുന്നത്. പക്ഷെ ഞാൻ മർജീവയാകുക അർത്ഥം എന്താണ്? ബാബയുടെ യജ്ഞത്തിന്റെ സുഖം ഞാൻ എടുക്കുക എന്നുള്ളത് മാത്രമല്ല, സുഖം കൊടുക്കുന്നവരായി മാറുക, യജ്ഞരക്ഷകരായി, യജ്ഞ സംരക്ഷകരായി മാറുക. അതാണ് മർജീവ ബ്രാഹ്മണൻ. ഈ യജ്ഞം നടത്തേണ്ടത് ഞാനാണ് എന്ന അവബോധം ഉണ്ടാകുമ്പോഴാണ് മർജീവ എന്ന് പറയാം.
അതുകൊണ്ടാണ് ഇന്നും എവിടെ ഒരു യജ്ഞം നടക്കണമെങ്കിലും ബ്രാഹ്മണരെ വിളിച്ചത് നടത്തിക്കുള്ളൂ, അല്ലേ? ബാക്കി നിങ്ങൾ എഴുതി നോക്കൂ. മർജീവ ബാബയുടെ വാക്കുകൾ ഓരോ മുരളിയിലൂടെയും, എപ്പോഴൊക്കെ മുരളി കേൾക്കുന്നു അതിൽ ബാബ മർജീവ ജന്മത്തിന് നൽകുന്ന എന്തൊക്കെ ധാരണകളുണ്ടോ ഇതിനോടൊപ്പം ചേർത്ത് കൊണ്ടുപോകും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം? ഒരു സത്യബ്രാഹ്മണനായി സമ്പൂർണ്ണ ബ്രാഹ്മണ ജീവിതത്തിൽ നമുക്ക് ആ സമ്പൂർണത, ബ്രാഹ്മണന്റെ സമ്പൂർണതയാണ് ഇത്. ഫരിസ്ത, കർമ്മയോഗി ഫരിസ്ത. ഫരിസ്ത വൈറ്റ് അല്ലേ? സമ്പൂർണ്ണ പവിത്രത അല്ലേ? ഫരിസ്ത ലൈറ്റ് അല്ലേ? അല്ലേ? എല്ലാ ജന്മകർമ്മ ബന്ധന കണക്കുകളും തീർത്ത് ബ്രാഹ്മൺ ലൈഫിൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്നാലേ ബ്രാഹ്മണൻ മർജീവയിൽ നമുക്ക് ഫരിസ്തയാകാൻ പറ്റൂ. പഴയ വികർമ്മങ്ങളുടെ കണക്കെല്ലാം ബാബയ്ക്ക് എഴുതി സമർപ്പിക്കുക, എല്ലാം എഴുതി കൊടുക്കുക ബാബയ്ക്ക്. ഒരു നാൾ തീർച്ചയായും ചെയ്യണം. കാരണം ഭഗവാന് വാജ്യ, നിങ്ങൾ എഴുതി തന്നാൽ നിങ്ങളുടെ പകുതി ഭാരം പോകും. രണ്ടാമത് എഴുതിയത് കൊണ്ട് മാത്രമായില്ല, ബാബയെ ഓർമ്മിച്ച് ബാബ ഭാരം ഇറക്കണം. മൂന്നാമത് ചെയ്യേണ്ടത് എന്താണ്? ഭാരം ഇറക്കാൻ ഇനി ഒരു വികർമ്മം ചെയ്യരുത്. അതാണ് മർജീവ. ഇത് 3 നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് മാലാഖ സ്ഥിതിയിലെത്താനാകുന്നത്. വെയ്റ്റ്ലെസ്, ഭാരരഹിതം. സോ ലൈറ്റ് അല്ലേ? പിന്നെ ലൈറ്റ്നെസ്, ഭാരരഹിതം. മാലാഖമാരെ അടുത്ത് എന്താ കാണിക്കണേ? ആകാശത്തെപ്പോഴും പറന്ന് ഗോഡ്സ് മെസ്സഞ്ചേഴ്സ് ആണ്. ബാബയുടെ സേവ, സേവനം സേവനം സേവനം. ഓൺ ഗോഡ് ഫാദർലി സർവീസ് ഉള്ളി. അതാണ് മർജീവ ജീവിതം. ബ്രാഹ്മണന്റെ കക്ഷത്തിലും ഗീത, വായിലും ഗീത. ഗീത കേൾക്കുക, ഗീത പറയുക, ജ്ഞാനം കേൾക്കുക, ബാബയുടെ കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് മർജീവ ജന്മം. ഓം ശാന്തി.